കെനിയ ബസ് അപകടത്തിൽ മരിച്ച ജസ്നയുടെയും മകൾ റൂഫി മെഹറിന്റെയും മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിച്ചേക്കും. ജസ്നയുടെ മൂവാറ്റുപുഴയിലെ വീട്ടിലേക്കാകും മൃതദേഹങ്ങൾ എത്തിക്കുക. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് ഹനീഫിനെയും നാട്ടിലെത്തിക്കും. സാനു കെ സജീവ വിവരങ്ങളുമായി ചേർന്നു. സാനു, എന്തൊക്കെ വിവരങ്ങളാണ് ഈ വിഷയത്തിൽ ലഭിക്കുന്നത്? വീണ, കെനിയയിൽ വിനോദയാത്രാ സംഘത്തിന്റെ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ തൃശൂർ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. വെങ്കിടങ്ങ് സ്വദേശികളായിട്ടുള്ള ജസ്നയുടെ 1.5 വയസ്സ് പ്രായമുള്ള മകൾ ഹൂറി മുഹമ്മദ് എന്നിവരാണ് മരണപ്പെട്ടത്. ഇവരുടെ മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച നാട്ടിലെത്തിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ബന്ധുക്കളും ഈ എംബസിയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ജസ്നയുടെ ജന്മനാടായിട്ടുള്ള മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തീരുമാനമാണ് നിലവിൽ ഇരു കുടുംബങ്ങളും, അതായത് ജസ്നയുടെയും അതേപോലെ തന്നെ ഭർത്താവ് തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദിന്റെ കുടുംബവും തമ്മിലുള്ള ചർച്ചയിലെ തീരുമാനമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴയിലേക്ക്, ജസ്നയുടെ ജന്മനാടായിട്ടുള്ള മൂവാറ്റുപുഴയിലേക്ക് മൃതദേഹം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ബന്ധുക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ജസ്നയുടെയും അതേപോലെ തന്നെ മുഹമ്മദിന്റെയും ബന്ധുക്കൾ കെനിയയിലേക്ക് എത്തിയിരുന്നു. തുടർന്നാണ് ഈ അപകടത്തിൽ മുഹമ്മദിന് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിരുന്നു. ഇരു കൈകൾക്കും വലിയ ക്ഷതമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കെനിയയിലെ ആശുപത്രിയിൽ മുഹമ്മദ് ചികിത്സയിലാണ്. ജസ്നയുടെയും ഒപ്പം മകളായിട്ടുള്ള ഹൂറി മുഹമ്മദിന്റെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനും അതേപോലെ തന്നെ തുടർ ചികിത്സയ്ക്കായിട്ട് മുഹമ്മദിനെയും നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് കെനിയയിലെത്തിയ ബന്ധുക്കളും അതേപോലെ തന്നെ എംബസിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ വെള്ളിയാഴ്ച ഇരുവരുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാനായിട്ടാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ശരി, സാനു വിവരങ്ങൾ നൽകുകയായിരുന്നു.